ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. വിശുദ്ധ മത്തായി അറിയിച്ച സുവിശേഷം 20-ാമത്തെ അധ്യായം 17 മുതൽ 28 വരെയുള്ള വചനഭാഗമാണ് നാം ഇന്ന് ധ്യാന വിഷയമാക്കുന്നത്. സെബെദീപുത്രന്മാരുടെ അമ്മ അവളുടെ മക്കൾക്ക് വേണ്ടിയിട്ട് ഈശോയുടെ പക്കൽ ഒരു അഭ്യർത്ഥനയുമായിട്ട് എത്തുകയാണ്. നിത്യതയിൽ നീ രാജാവായിട്ട് കടന്നു വരുമ്പോൾ എൻ്റെ മക്കളിൽ ഒരുവൻ വലതുവശത്തും അവരൻ ഇടതുവശത്തും ഇരുന്ന് രാജ്യം ഭരിക്കാനുള്ള അധികാരം നീ തരണം. നടുക്കിരിക്കുന്നത് രാജാവാണെങ്കിൽ ഇടതും വലതും ഇരിക്കുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട വകുപ്പുകൾ വഹിക്കുന്ന 2 മന്ത്രിമാർ. സെബെദീപുത്രന്മാരുടെ ആഗ്രഹം അവരുടെ അമ്മയിലൂടെ ഇവിടെ അവതരിപ്പിക്കപ്പെടുക. ഓരോ അമ്മമാർക്കും തങ്ങളുടെ മക്കൾ ഏറ്റവും ഉന്നത നിലയിലെത്തണമെന്നുള്ള ആഗ്രഹം കൂടെ ഉള്ളപ്പോൾ ഈ അഭ്യർത്ഥന വളരെ സാങ്കത്യത്തോടെയാണ് നമ്മൾ ഉൾക്കൊള്ളുക. ഇതേ സുവിശേഷ ഭാഗം ലൂക്കാ സുവിശേഷത്തിൽ നാം വായിക്കുന്നത് സെബെദീപുത്രന്മാർ തന്നെ ഈശോയോട് ചെന്ന് ചോദിച്ചതായിട്ടാണ്. യേശുരാജൻ ഭൗതികമായ പൊളിറ്റിക്കലായിട്ടുള്ള ഒരു രാജ്യം ഈ ഭൂമിയിൽ ഇസ്രായേൽ മക്കൾക്ക് വേണ്ടി സംവിധാനം ചെയ്യുമെന്ന് ആഗ്രഹിച്ച ഒരു വിഭാഗമായിരുന്നു യഹൂദർ. അതുകൊണ്ട് തന്നെ അവരുടെ നഷ്ടസ്വർഗങ്ങളൊക്കെ തിരികെ കിട്ടുന്ന ആ ശുഭവേളയിൽ രാജ്യത്തിൻ്റെ അധികാരി അവൻ കടന്നു വരുമ്പോൾ അവൻ്റെ ഇടതും വലത്തും ഇരുന്ന് പ്രധാനപ്പെട്ട വകുപ്പുകൾ കൈകാര്യം ചെയ്യുന്ന മന്ത്രിമാരായി രാജ്യം ഭരിക്കാൻ അവരുണ്ടാകണമെന്ന് ആ അമ്മ ആഗ്രഹിക്കുകയാണ്. എന്നാൽ സ്വർഗരാജ്യത്തിൻ്റെ തീരുമാനങ്ങളും അതിൻ്റെ സ്ഥാനമാനങ്ങളുടെ വിഭജനവുമൊക്കെ കൃത്യമായി ഈശോ പറഞ്ഞു വച്ചിരിക്കുന്നു. അതാർക്ക് വേണ്ടിയുള്ളതാണ് എന്ന് പിതാവായ ദൈവം തീരുമാനിക്കുന്നു. കേരളത്തിലെ രാഷ്ട്രീയ സാഹചര്യങ്ങളിൽ ഇനി ഭരിക്കുമെന്ന് പ്രതീക്ഷ വെക്കുന്ന UDF-കാർ ആരാണ് മുഖ്യമന്ത്രി എന്ന ചോദ്യത്തിന് പറയുന്നൊരു ഉത്തരമുണ്ടല്ലോ, എല്ലാം ഹൈക്കമാൻഡ് തീരുമാനിക്കും. ഇവിടെയും അങ്ങനെ ആരായിരിക്കണം ഭരണാധികാരി എന്ന് തീരുമാനിക്കുന്നത് ഞാനല്ല, അത് ദൈവം ആർക്കു വേണ്ടി കരുതി വച്ചിരിക്കുന്നു അവർക്ക് കൊടുക്കും. ഞാൻ കുടിക്കുന്ന പാനപാത്രം നിങ്ങൾ കുടിക്കും, ഉറപ്പോടെയാണ് അത് കുടിക്കുമെന്ന് പറഞ്ഞത്. പക്ഷേ നിങ്ങളെ ഇടതുവലത്തും ഇരിക്കാനുള്ള യോഗ്യത നൽകുന്നത് പിതാവായ ദൈവമാണ്. പ്രിയപ്പെട്ടവരെ, ഇവിടെ കൃത്യമായ ഒരു കാര്യം ഈശോ നമ്മളെ ഓർമ്മിപ്പിക്കുന്നുണ്ട്, അവിടുന്ന് പറഞ്ഞു വെക്കുന്നുണ്ട്. വിജാതിയരുടെ ഭരണകർത്താക്കൾ അവരുടെ മേൽ അധികാരം പ്രയോഗിക്കുന്നു, അധീശത്വം പുലർത്താൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്നു. എന്നാൽ നിങ്ങളുടെ ഇടയിൽ അങ്ങനെ ആകരുത്. നിങ്ങളിൽ ഒന്നാമനാകാൻ ആഗ്രഹിക്കുന്നവൻ അവസാനത്തവനാകണം, പ്രധാനിയാകാൻ ആഗ്രഹിക്കുന്നവൻ ദാസനെ പോലെ വർത്തിക്കണം. പ്രിയപ്പെട്ടവരെ, നമ്മുടെയൊക്കെ മുമ്പിൽ ഈ ചിന്ത ഗൗരവത്തോടെ നിലനിൽക്കട്ടെ. എവിടെയും 1-ാം സ്ഥാനം നേടണമെന്ന്, ഞാനായിരിക്കണം അവസാന വാക്ക് എന്ന നിലയിൽ നമ്മൾ പലപ്പോഴും സംസാരിച്ചും പെരുമാറിയും കൂട്ടുന്ന ഒട്ടേറെ മേഖലകളിലേക്ക് ഒരു വിരൽ ചൂണ്ടലാണ് ഈശോയുടെ തിരുവചനം. നമുക്ക് ഹൃദയപരമാർത്ഥതയോടെ ഉൾക്കൊള്ളാം. എല്ലാം അവൻ തീരുമാനിക്കട്ടെ. ലെറ്റ് ഗോഡ് ഡിസൈഡ് അപ്പോൺ us. നമ്മുടെ കാര്യങ്ങൾ, നമ്മുടെ ഭാവി, നമ്മുടെ നന്മ, നമ്മുടെ നാളെ, അത് അവൻ്റെ തീരുമാനമാകട്ടെ. അവൻ്റെ തീരുമാനത്തിന് മുമ്പിൽ കീഴ്വഴങ്ങുന്നവരായി മാറാൻ നമുക്ക് ആഗ്രഹിക്കാം. ദൈവമേ, നീ ഞങ്ങളെ നിനക്കായി സൃഷ്ടിച്ചു. നിന്നിൽ അഭയം ഗമിക്കുവോളം ഞങ്ങൾ അസ്വസ്ഥരാണ് എന്ന് പറഞ്ഞ അഗസ്തീനോസിൻ്റെ വാക്കുകൾ നമുക്ക് കടമെടുക്കാം. നമ്മുടെ ജീവിതത്തിൽ ദൈവത്തോടൊത്തായിരിക്കുന്നതാണ് സന്തോഷം. ദൈവത്തിൻ്റെ കൂടെ ഇരിക്കുന്നതിൽ അഭിമാനം കൊള്ളുന്നതാണ് നമ്മുടെ സന്തോഷം. ഇടതോ വലതോ എവിടെയായിക്കൊള്ളട്ടെ, അവൻ ഉറപ്പിച്ചു തരുന്നൊരു സീറ്റ് സ്വർഗത്തിൽ സംജാതമാകാൽ അവിടെ ഇരുന്നു കൊണ്ട് ദൈവരാജ്യത്തിൻ്റെ സുവിശേഷം പ്രസംഗിക്കുവാൻ, ദൈവരാജ്യത്തിൻ്റെ സന്തോഷത്തിലേക്ക് പ്രവേശിക്കുവാൻ ഈശോ നമ്മളെല്ലാവരെയും പ്രതീക്ഷിക്കുന്നുണ്ട്, ആഗ്രഹിക്കുന്നുണ്ട്. അങ്ങനെ ആയിത്തീരാൻ നമുക്ക് ആഗ്രഹിക്കാം. ഈശോ അനുഗ്രഹിക്കട്ടെ. കർത്താവ് മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാരൂപിയുടെ സഹവാസവും നാം എല്ലാവരും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.